നെതന്യാഹു ഒരു രഹസ്യം പുറത്തു പറഞ്ഞു. അതെന്താണ് നമ്മുടെ പ്രേക്ഷകരോടുകൂടി ഒന്ന് പങ്കുവയ്ക്കുക. നെതന്യാഹു രഹസ്യമൊന്നുമല്ല പറഞ്ഞത്, പക്ഷേ ആ പറഞ്ഞത് ഒന്ന് ഡീകോഡ് ചെയ്യണം. നെതന്യാഹു പറഞ്ഞു, പണിയായുധം കിട്ടി, ഇനി പണിയാണ്, പണി ഇറാനിട്ടാണ് എന്ന് പറഞ്ഞു. മറിയോ റുബിയോ, അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി, വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട കാര്യം കിട്ടിയിട്ടുണ്ട്, വേണ്ടതൊക്കെ അമേരിക്ക തന്നിട്ടുണ്ട്, ഇനി ഇറാനിട്ട് പണിയും, അമേരിക്ക കൂടെയുണ്ട്, ഇറാനെ റെഡിയാക്കും, ഇറാൻ്റെ പ്രോക്സി ആയിട്ട് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ തീർക്കും എന്ന് പറഞ്ഞിരിക്കുക. നേരം കുറിച്ചാൽ മതി, നാൾ കുറിച്ചാൽ മതി, സംഗതി വന്നു, പണിയായുധം കിട്ടി എന്നാണ് പറയുന്നത്. പണിയായുധം എന്ന് പറയുമ്പോൾ എന്താ? ബോംബുകൾ കുറേ ബൈഡൻ തടച്ചു വെച്ചിരുന്ന ബോംബുകൾ കിട്ടിയിട്ടുണ്ട്. ആ ബോംബ് റഫ ആക്രമിക്കാൻ നേരത്ത് ബൈഡൻ തടഞ്ഞു വെച്ച ബോംബുകളാണ്. അപ്പോൾ നമ്മളാണ് ബറാക്ക് മിസൈൽ ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ കൊടുത്ത് ഇന്ത്യയാണ് സഹായിച്ചത്. ബറാക്ക് മിസൈലിൻ്റെ അവശിഷ്ടമൊക്കെ റഫയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. നമ്മൾ വേറൊരു സംഭാഷണത്തിൽ ഇന്ത്യൻ ബറാക്ക് മിസൈൽ വീണത് റാഫയിൽ നിന്ന് കണ്ടെത്തിയതിൻ്റെ വീഡിയോ അൽ ജസീറ പുറത്തുവിട്ട് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു. 2 ദിവസം മുമ്പാണ്. കാണാത്ത പ്രേക്ഷകർ ഒന്ന് പുറകോട്ട് പോയാൽ കാണാം. അപ്പോൾ എന്താണ് പണിയായുധം എന്നതാണ് പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായും ഇറാൻ ആണവശേഷി സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അവർക്ക് രഹസ്യമായി പ്രവർത്തിക്കുന്ന ആണവ കേന്ദ്രങ്ങളുണ്ട്. അവിടെ ഫോർദോ എന്നൊക്കെ പറയുന്ന രഹസ്യമായി മല തുരന്നുണ്ടാക്കിയിരിക്കുന്ന ആണവ കേന്ദ്രങ്ങളുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഈയിടെ പരിശോധന നടത്തിയിട്ട് 3 മാസം മുമ്പ് പറഞ്ഞത് അവരൊരു 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ കയ്യിലുണ്ട്. 60% വരെ ആയാൽ വളരെ പെട്ടെന്ന് 90%-ലേക്ക് എത്താം. ഇപ്പോൾ വേണമെങ്കിൽ 1-2 അണുബോംബുകൾ ഉണ്ടാക്കാനുള്ള യുറേനിയം ഇറാൻ്റെ പക്കലുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇറാനെ ഒരു കാരണവശാലും ആണവായുധം ഉള്ള രാജ്യമാക്കാൻ സമ്മതിക്കില്ല എന്നാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെ നിലപാട്. അത് അവർ സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങളങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. എന്നാലും ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേൽ കൊടുത്ത തിരിച്ചടിയിൽ പ്രാച്ചിൻ എന്ന് പറയുന്ന സൈനിക താവളത്തിലുണ്ടായിരുന്ന രഹസ്യ ആണവ കേന്ദ്രം തകർത്തിട്ടുണ്ട്. അത് അവർ പരസ്യമായി പരാതി പറഞ്ഞില്ല ഇറാൻ. കാരണം എന്തറിയോ, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവർ ആരോടും പറഞ്ഞിട്ടില്ല, രഹസ്യമാണ്. ഈ കള്ളപ്പണം പിടിച്ചുകൊണ്ട് പോകുമല്ലോ. ചില ആളുകൾ കള്ളപ്പണമുള്ളവർ ഈ ബ്ലേഡ് കമ്പനി കൊണ്ട് കാശിടും, അത് പോകും. അവർ പരാതിയായിട്ട് വരത്തില്ല. കാരണം എവിടുന്ന് കിട്ടി കാശെന്ന് ചോദ്യം വരും, സോഴ്സ്. അപ്പോൾ കള്ളപ്പണം മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ആരും പരാതി പറയാറില്ല എന്ന് പറയുന്ന പോലെയാണ്. കള്ളത്തരത്തിൽ പ്രവർത്തിച്ച റിയാക്ടർ തകർത്തപ്പോൾ, പ്രാച്ചിനിലെ റിയാക്ടർ തകർത്തപ്പോൾ ഇറാന് പരാതിയില്ലായിരുന്നു. അപ്പോൾ ഇറാനെ തീർക്കണം എന്നാണ്, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണം. അപ്പോൾ സ്വാഭാവികമായും പണിയായുധം കിട്ടി എന്ന് പറയുന്നത് ഇസ്രയേലിന് അമേരിക്ക ആണവായുധം കൊടുത്തോ എന്ന ഒരു സംശയം കഴിഞ്ഞ ദിവസം എന്നോട് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പതുക്കെ ഇസ്രയേലിൻ്റെ ചരിത്രം ഒന്ന് നോക്കി. ഇസ്രയേലിൻ്റെ ചരിത്രം നോക്കിയപ്പോഴത്തേക്ക് അനൗദ്യോഗികമായിട്ട് പറയുന്നത് ഇസ്രയേലിന് ആണവായുധം ഇപ്പം തന്നെ ഉണ്ട്. 90 ന്യൂക്ലിയർ ബോംബുകളെങ്കിലും ഇസ്രയേലിൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ ലോകത്ത് 9ആണ്. ആ 9 രാജ്യങ്ങളിൽ ഇസ്രയേലുണ്ട് എന്ന് കണക്ക്. അപ്പോൾ ഇസ്രയേലിൻ്റെ പക്കലുണ്ട്. ഇസ്രയേലിൻ്റെ പക്കൽ ഈ പറഞ്ഞ പോലെ അണവായുധങ്ങൾ ഉണ്ടാക്കുന്ന സെൻട്രിഫ്യൂജുകളെ പ്രവർത്തിപ്പിക്കുന്ന വലിയ റിയാക്ടറുകളുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇസ്രയേലിൻ്റെ കയ്യിലുള്ള എല്ലാം അമേരിക്ക കൊടുത്തതാണ്. അപ്പോൾ വീണ്ടും ഈ ഇറാനെ തീർക്കാനുള്ള പണിയായുധങ്ങളൊക്കെ കിട്ടി. ടൂൾസ് എന്നാ നെതന്യാഹു ഉപയോഗിച്ച വാക്ക്, ടൂൾസ് എന്ന, ആയുധം കിട്ടിയെന്നല്ല. ആയുധങ്ങൾ കിട്ടി, ബോംബുകൾ കിട്ടി എന്നല്ല നെതന്യാഹു പറഞ്ഞത്. ഇറാനെ തീർക്കാനുള്ള ടൂൾസ് കിട്ടി. ആ ടൂൾസ് ഇനി ട്രംപ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തകർക്കും, റെഡിയാക്കും. പിന്നെ പറഞ്ഞു, വൈറ്റ് ഹൗസിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇസ്രയേലിനെ സഹായിക്കുന്ന ഫ്രണ്ട് ട്രംപാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൂൾസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോഴാണ് ഈ സംശയം വന്നത്. അപ്പോൾ ആയുധം കിട്ടി, ബോംബ് കിട്ടി, ബങ്കർ ബസ്റ്റർ ബോംബുകൾ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ടൂൾസ്, അവനെ തീർക്കാനുള്ള ടൂൾസ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അത് വെറും ടൂൾസ് ആണോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. അതാണ് ഒരു പ്രേക്ഷകൻ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഇസ്രയേലിൻ്റെ പക്കൽ 90 ആണവായുധങ്ങളുണ്ട് എന്ന് പതുക്കെ ലോകത്തെമ്പാടുള്ള ഡിഫൻസ് സൈറ്റുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്രയേൽ ഇത് സമ്മതിച്ചിട്ടുമില്ല, നിഷേധിച്ചിട്ടുമില്ല. അതോടൊപ്പം തന്നെ ഈ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്ന ഒരു കരാറുണ്ട്, NPT എന്ന് പറയും, ന്യൂക്ലിയർ നോൺ പോളിഫറേഷൻ ട്രീറ്റി. ആണവായുധങ്ങളുണ്ട വ്യാപനം തടയുന്നതിനൊരു കരാറ്. അതിൽ ഇസ്രയേൽ ഒപ്പുവെച്ചിട്ടില്ല, ഇന്ത്യയും ഒപ്പുവെച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഒപ്പുവെക്കണമെന്ന് അമേരിക്ക ബലം പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും അതിൽ ഇസ്രയേൽ ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കരുതെന്ന് ഞങ്ങളോട് പറയാൻ നീ ആരാടാ എന്ന് ചോദിക്കും. കാരണം ഈ NPT ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്തവർ ഇതുണ്ടാക്കരുത് എന്ന് അമേരിക്ക പറയും. അപ്പോൾ ഇസ്രയേൽ
അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രാജ്യമാണല്ലോ. ഇസ്രായേൽ ഉണ്ടാക്കിയാൽ നീ ഉണ്ടാക്കിക്കോടാന്ന് പറയും. അതാണ് വ്യത്യാസം. അതെ. അപ്പോൾ ഈ പറയുന്നത് ഈ 300 അണുബോംബുകൾ വരെ ഉണ്ടാക്കാനുള്ള യുറേനിയം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. 300 എന്ന് പറഞ്ഞാൽ വലിയ നമ്പറാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യമാണ്. അവർക്ക് ഇപ്പോൾ തന്നെ 90 വേണമെങ്കിൽ അവരുടെ സമ്പുഷ്ടീകരിച്ച 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. അതുകൂടാതെ അവരുടെ നിലവിലുള്ള ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള 90 വരെ ഉണ്ടാക്കാനുള്ള യുറേനിയം സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ അവരുടെ പക്കലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത് പ്ലൂട്ടോണിയം ബേസ്ഡ് ആണ് എന്നും പറയപ്പെടുന്നു. അതിനിപ്പോൾ 1963 നെഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭൂമിക്കടിയിൽ ഒരു പരീക്ഷണം, ആണവ പരീക്ഷണം ഇസ്രയേൽ നടത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. ഇസ്രയേൽ സമ്മതിച്ചിട്ടുമില്ല, നിഷേധിച്ചിട്ടുമില്ല. പിന്നീട് 60-ലും ഒക്കെ നടത്തിയിട്ടുണ്ട്. 60-ൽ ഭൂമിക്കടിയിൽ ഒരു പരീക്ഷണം നടത്തിയെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ വേല എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷണം നടന്നിട്ടുണ്ട്. വേല എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ സഹായത്തോടെ സതേൺ ഇന്ത്യൻ ഓഷൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഏറ്റവും കിഴക്കു ഭാഗത്ത് ഒരു രഹസ്യ പ്രദേശത്ത് സൗത്ത് ആഫ്രിക്കയുടെ കപ്പലുകളും ഇസ്രയേലി കപ്പലുകളും ഒക്കെ വന്നിട്ട് ദുരൂഹമായ ഒരു ഇടപാട് നടത്തി. കടലിൽ വെച്ച് അവരൊരു 1979 സെപ്റ്റംബർ 22 ഒരു കടലിൽ ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ടെന്നാണ് ഡിഫൻസ് സൈറ്റുകൾ പറയുന്നത്. അതിനാണ് വേല ഇൻസിഡൻ്റ് എന്നാണ് പറയുന്നത്. അത് കടലിൽ പെട്ടെന്നൊരു വലിയ സ്ഫോടനം പോലെ ഉണ്ടായി, വലിയ കൂറ്റൻ തിരമാലകൾ ഉയർന്നു, ഒരു ഭൂകമ്പം ഉണ്ടായതുപോലെ ഉണ്ടായി. ആ പ്രദേശത്ത് ഇസ്രയേലി കപ്പലുകളും ദക്ഷിണാഫ്രിക്കയുടെ കപ്പലുകളും കാണുകയുണ്ടായി. അത് ഇസ്രയേൽ ദക്ഷിണാഫ്രിക്കയുടെ സഹായത്തോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഏറ്റവും തെക്കൻ ഭാഗത്തുള്ള ഒരു നിഗൂഢ പ്രദേശത്ത് നടത്തിയ അണുപരീക്ഷണമാണ് എന്ന് പറയപ്പെടുന്നു. ഏതായാലും വളരെ കൃത്യമായി ഇതെല്ലാം പരിശോധിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഇപ്പോൾ തന്നെ എന്തുണ്ട്, ഇസ്രായേലിൻ്റെ പക്കൽ ആണവായുധങ്ങളുണ്ട്. ഈ ആണവായുധങ്ങൾ കാലാകാലങ്ങളിൽ അമേരിക്ക സംഭാവന ചെയ്തതും സമ്മാനിച്ചതും തന്നെയാണ്. അത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അവരുടെ സ്റ്റോക്ക് പൈൽ റേഞ്ചിൽ 90 മുതൽ 400 വരെ ന്യൂക്ലിയർ വാർഹെഡ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. അതായത് പിന്നെ മാത്രമല്ല ഈ അവരുടെ പക്കൽ അമേരിക്ക കൊടുത്തിട്ടുള്ള F-16, F-15 ഡോൾഫിൻ ക്ലാസ് അന്തർവാഹിനികൾ, ക്രൂസ് മിസൈലുകൾ, ജെറീക്കോ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ആണവ പോർമുന ഘടിപ്പിക്കാവുന്നതാണ്. F-16ലും F-15 വിമാനങ്ങളിലുമൊക്കെ ആണവ പോർമുനകൾ ഇപ്പോൾ തന്നെ ഇസ്രയേൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇസ്രയേൽ ഒരു ആണവശക്തിയാണ്. ആണവശക്തി സ്വന്തമായി അവർ യുറേനിയം സമ്പുഷ്ടി എൻറിച്ച് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നില്ലെങ്കിൽ അമേരിക്ക സമ്പുഷ്ടീകരിച്ച യുറേനിയം അവർക്ക് കൊടുക്കുന്നുണ്ട്, പ്ലൂട്ടോണിയം അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ 90ഓളം ആണവായുധങ്ങൾ ഇപ്പോൾ തന്നെ അവരുടെ ബാസ്ക്കറ്റിലുണ്ട്. വേണമെങ്കിൽ 300 വരെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ശേഷിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രാജ്യം ചെറുതാണേലും, അമ്പലം ചെറുതാണേലും വിഗ്രഹം വലുതാണെന്ന് പറയുന്ന പോലെ, പ്രതിഷ്ഠ വലുതാണെന്ന് പറയുന്ന പോലെ, ചെറിയ രാജ്യമാണെങ്കിലും മാരകമായി പ്രഹരിക്കാൻ ശേഷിയുള്ളൊരു രാജ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും ടൂൾസ് കിട്ടിയിരിക്കുന്നു പറയുന്നത്? പുതിയ ആയുധങ്ങൾ, ആണവായുധങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ഇപ്പോൾ 90 എന്നുള്ളത് കൂട്ടിക്കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം അന്താരാഷ്ട്ര ഡിഫൻസ് സൈറ്റുകളുണ്ട്. ചില സൈറ്റുകൾ വളരെ കൃത്യമായി പറയുന്നത് പുതിയ ആണവായുധങ്ങൾ അമേരിക്ക ഇസ്രയേലിന് കൈമാറി എന്നാണ് പറയുന്നത്. എന്നിട്ട് കാത്തിരിക്കുകയാണ് ഇറാൻ ഇനി എന്ത് ചെയ്യും, ഇറാൻ വീണ്ടും ആണവ പരീക്ഷണം നടത്തുകയോ ഈ ഫോർദോയിലോ ഒക്കെ വെച്ചിട്ട് പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണെങ്കിൽ ആ സൈറ്റുകൾ തകർക്കാനുള്ള ഒരു ഉത്തരവ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായും അത് നടക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പം ഏതായാലും നെതന്യാഹുവിനെ സംബന്ധിച്ച് നെതന്യാഹു വളരെ ഹാപ്പിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യപ്പെട്ട ഒരാൾ അവിടെ വന്നിരിക്കുന്നു. ആദ്യം 4 ചീത്തയൊക്കെ പറഞ്ഞായിരുന്നു. ട്രംപ് ആയതുകൊണ്ട് തെറിയൊക്കെ പറയും, അത് പതിവാണ്. പക്ഷേ കൈയച്ച് സഹായിക്കുന്നുണ്ട് നെതന്യാഹു. അതിൽ സന്തുഷ്ടനാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചും രാഷ്ട്രീയമായ വലിയ പ്രതിസന്ധി ഉണ്ട്. നെതന്യാഹുവിന് അഴിമതി കേസുണ്ട്, അതിൻ്റെ വിചാരണ നടക്കുന്നുണ്ട്. നാട്ടിൽ നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അദ്ദേഹത്തിന് ബന്ദികളുടെ മോചനം നിന്നുണ്ട്. പിന്നെ മൊസാദിനും IDF-നും ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം വേണമെങ്കിൽ നെതന്യാഹുവിനുണ്ടെന്ന് പറയാം. പക്ഷേ അതിന് അപ്പോൾ തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്നൊരു ഘട്ടം വന്നാൽ നെതന്യാഹുവിനൊരു പൊളിറ്റിക്കൽ സെറ്റ് ബാക്ക് ഉണ്ടാവുന്ന സാഹചര്യം വന്നാൽ ഒരു പക്ഷേ ട്രംപും കൂടെ ഇടപെട്ട്
ഒരു യുദ്ധം ഇറാനെതിരെ ഒരു അടി കൊടുത്ത് നെതന്യാഹുവിനെ ഒരു വാർ ഹീറോ ആയി വാർത്തെടുക്കാനുള്ള ശ്രമം ഉണ്ടായിക്കൂടുന്നില്ല. പക്ഷേ ഒരു നെതന്യാഹു മാറിയാൽ ഒരു പക്ഷേ വരാൻ പോകുന്ന ബെൻ ഗീവറിനെ പോലെയുള്ള അതിതീവ്ര വലതുപക്ഷ കക്ഷികളായിരിക്കാം. കാരണം പക്ഷേ അറിയില്ല, ഒരുപക്ഷെ ട്രംപിന് അതാണോ ഇഷ്ടമൊന്നും അറിയില്ല. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഗാസ സ്ട്രിപ്പ് ട്രംപിന് വേണം. അത് വലിയൊരു റിസോർട്ടാക്കി മാറ്റണം, ഒരു രാജ്യം ഒരു റിസോർട്ടാക്കി മാറ്റണമെന്നാണ് ട്രംപ് ആലോചിക്കുന്നത്. അതാണ് ട്രംപിൻ്റെ പദ്ധതി. റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ട്. ട്രംപിൻ്റെ മരുമകൻ തന്നെ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ, ട്രംപിൻ്റെ മരുമകൻ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ താല്പര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഈ ഒരുപക്ഷെ ബെൻ ഗീവർ ആണെങ്കിൽ ഇതൊക്കെ പൊളിച്ചു കളയണം, അൽഹക്സ മോസ്കോ വരെ പൊളിച്ചു കളയണം എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ പാർട്ടി ആണ് ബെൻ ഗീവറിനെ പോലുള്ളവർ. നെതന്യാഹുവിന് തീവ്രത പോരാന്ന് പറഞ്ഞ് ഈയിടെ രാജിവെച്ചു മന്ത്രിസഭയിൽ നിന്ന്. ആഭ്യന്തരമന്ത്രിയായിരുന്നു ബെൻ ഗീവർ. ബെൻ ഗീവർ രാജിവെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ബന്ദികളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കരാർ ഒപ്പുവെച്ചു. വെടിനിർത്തൽ ഉണ്ടാക്കിയതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച ആളാണ്. അതുപോലെ തന്നെ ഈ ടെമ്പിൾ മൗണ്ടിൽ ജൂതന്മാർ കയറാൻ പാടില്ല, അവിടെ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കോ എഗ്രിമെൻ്റ് ഉണ്ട് ജോർദാനും ഈജിപ്തും ഒക്കെ ആയിട്ട് ഇസ്രായേൽ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് അവിടുത്തെ മന്ത്രിയായിരുന്ന ബെൻ ഗീവർ തന്നെ അവിടെ പോയി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചിട്ട് വന്ന് പരസ്യമായി ലോകമാധ്യമങ്ങളിൽ പറഞ്ഞു ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ ഇസ്രായേലി പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നെതന്യാഹു എടുക്കുന്ന നിലപാടുകൾ പോരാ. ഈ പലസ്തീനികൾക്ക്, ഈ തീവ്രവാദികൾക്ക്, ഈ ഹമാസ് ഭീകരന്മാർക്കെതിരെ ഈ പണിയൊന്നും പോരാ, അതിലും നല്ല പണിയാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്ന ബെൻ ഗീവർ വന്നാൽ ട്രംപിന് കൂടുതൽ സന്തോഷമാകുമോ അതോ നെതന്യാഹുവിനെ വെച്ചുകൊണ്ട് പോവുകയാണ് ഉദ്ദേശമെന്ന് അറിയില്ല. ഏതായാലും ടൂളുകൾ കാര്യമായി വന്നിട്ടുണ്ട്. ആ ടൂളുകൾ എന്താണെന്നതിനെ കുറിച്ചാണ് ലോകത്തെമ്പാടുമുള്ള ഡിഫൻസ് ലേഖകന്മാർ, അപ്പോൾ ടൂളുകൾ പരീക്ഷ നടത്തുമെന്ന് നമുക്ക് നോക്കാം. അല്ല, ഡിഫൻസ് ലേഖകന്മാർ തല പുകച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്പോർട്സ് ലേഖകന്മാർ എന്നൊക്കെ പറയുന്ന പോലെ പ്രതിരോധ കാര്യങ്ങൾ നോക്കുന്ന ലോകത്തെ വാർത്താ ലേഖകന്മാരുടെ വലിയ തലവേദന. എന്തുകൊണ്ട് നെതന്യാഹു ആയുധം എന്ന് പറഞ്ഞില്ല, ബോംബെന്ന് പറഞ്ഞില്ല, ടൂൾ എന്ന് പറയുന്നു? എങ്ങനെയാണെങ്കിൽ ആ ടൂൾ എന്തായിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.